ഹലോ ഗൈസ്, ഇന്ന് പണി പാളിയൊരു ദിവസമായിരുന്നു കേട്ടോ. അതെങ്ങനെ പണി പാളി എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കുട്ടികൾ മദ്രസ വിട്ട് വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ, ഇന്ന് ബറാത്താണ്, അതുപോലെ നാളെ മദ്രസ ഇല്ല. അപ്പോൾ ഇന്ന് മധുരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എണ്ണക്കടി ഉണ്ടാക്കണം എന്നൊക്കെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഡേറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല, അതിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അതായത് എനിക്ക് എന്തോ തോന്നി അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഗ്രൂപ്പിലൊക്കെ അധികം പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനെന്ത് വിചാരിച്ചു, എന്തായാലും ഇന്ന് നമുക്ക് ശർക്കര ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അമളി പറ്റൂലായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, മധുരം വെക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള ദിവസം അമ്മ പറയാറുണ്ട് കേട്ടോ. അതായത് കുഞ്ഞാക്കാൻ്റെ അമ്മയാണ് പറയാറുള്ളത്. എൻ്റെ അമ്മക്ക് ഈ വക ഐറ്റംസ് ഒന്നും അറിയില്ല, അതായത് എനിക്കില്ല കേട്ടോ. കാരണം ഞാനെന്ന് പറഞ്ഞാൽ മുജാഹിദിൻ്റെ കട്ട ഭാഗത്ത് നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ സുന്നി ഭാഗത്ത് വന്ന് പെട്ടത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചു വരുന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വക ദിവസങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ അറിയാത്തത് കേട്ടോ. നമ്മൾ മദ്രസിലും അങ്ങനെയൊന്നും നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായി നടത്തിയിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കമൻറ്റ് വന്നത്. കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചത് കേട്ടോ. അപ്പോൾ അവൾ ചോദിച്ചു, എവിടെ ഇന്ന് പറയാത്ത റീലിൽ എന്താ നീ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ തൊള്ള വിളിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഡിലീറ്റ് ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഡിലീറ്റ് ചെയ്യേണ്ട, എന്തായാലും പറയാത്ത വരാൻ പോവാണല്ലോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി കുറേ ആൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, എന്നാൽ പിന്നെ അത് അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കരച്ചോറിൻ്റെ ഏതാനും തകൃതികളും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. കുറച്ച് പക്കവടയും കൂടെ ഉണ്ടായിരുന്നു, അതും ചായയും കൂടെ കുടിച്ചു. ഇപ്പോൾ നിങ്ങളെവിടെയും പക്കവടാനോ ഉള്ളിവടാനോ എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഫാദിക്കുട്ടി വന്നത് കേട്ടോ. അപ്പോൾ അവനക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊലിവിൽ ആ മുഖത്തൊരു സന്തോഷം കണ്ടോ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു സ്വയം കെടുത്താൻ നിർത്തിയിട്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞാക്കി അവനും പോയി വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇത് കഴിക്കാനുള്ള ഒരു വിധി ഉണ്ടാവും, അതായിരിക്കും പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി സെറ്റാക്കാൻ തോന്നിയത്. എന്തായാലും രണ്ടുപേർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിലേറെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു മധുരമില്ലാത്ത സംഭവം മധുരമുള്ള സംഭവമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഇതൊന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വെക്കും. 4 മണിക്ക് ചായ കുടിക്കുന്ന ടൈമിലാണ് കേട്ടോ അവരുടെ സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറ്. അപ്പോൾ ഈ ഒരു ടൈം ഞങ്ങൾ അതിനാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ കുറേ നേരം അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഏതായാലും സംഗതിയൊക്കെ ഞാൻ കുഞ്ഞാക്കാൻ്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടോ. ഇന്നല്ല പരിപാടി, പക്ഷേ ഞാൻ എന്തായാലും ഈ സംഭവം വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ചക്കരച്ചോറ് വെക്കുകയാണെങ്കിൽ അത് എല്ലാ വീടുകളിലും ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിന്ന് എവിടെയും കൊണ്ടു കൊടുത്തിട്ടൊന്നുമില്ല, കാരണം ഇവിടെ നമ്മളങ്ങനെ പരിചയമായി വരുന്നല്ലോ. അപ്പോൾ കുഞ്ഞാക്കൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ആരെങ്കിലും വീടുകൾ കൂടി കൊണ്ട കൊടുത്തോന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കൊണ്ട കൊടുത്തിട്ടൊന്നുമില്ല. ഭാഗ്യം, എന്നാൽ പിന്നെ നാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞു. സമാധാനം, ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ നിൽക്കരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇല്ല ആരും കൊണ്ട കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അറിയാൻ ആരും ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏതായാലും വീഡിയോസ് എടുത്തതല്ലേ, എന്തായാലും വരാൻ പോകുന്ന ഒരു പരിപാടിയാണ്, അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദാ എൻ്റെ എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിട്ട് ഈ ഒരു ടോപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നാണെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. 6 പീസിന് 745 രൂപ വരുന്നുള്ളൂ കേട്ടോ. അതായത് ഒന്നിന് 125 രൂപ വരുന്നുള്ളൂ. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. എനിക്കിത് നല്ല ടൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സൈസിൻ്റെ ഒന്നും കൂടെ ഓവർ സൈസ് എടുക്കുക. ക്ലോത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നരക്ക് കീറ് ഒന്നും വരില്ല, അങ്ങനത്തെ അടിപൊളി ക്ലോത്താണ്. എന്തായാലും ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.